ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജ ഒരുപാട് വഴക്ക് പറഞ്ഞോട്ട് അലീനെ, നിനക്ക് അത്ര ദാനധർമ്മം നടത്താൻ ആഗ്രഹമുണ്ട്, നീ നിൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി കൊടുത്തോളണം, എൻ്റെ മീതെ വളരാൻ ഒരുത്തിയും നോക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്രനും അലീനെ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാം. അലീനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബബിത ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുവാണ്, ഇത്രയും തെറി ഏൽപ്പിച്ചതിൻ്റെ പേരിൽ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നപ്പം എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു അലീന. ഒന്നുമില്ലാഞ്ഞിട്ടാണോ അവൾ അവിടെ കിടന്ന് ഒച്ച വെച്ചതെന്ന് മുത്തശ്ശി ചോദിക്കാം. എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ എന്ന് പറയുമ്പം അത് പിന്നെ മുത്തശ്ശി, നമ്മുടെ ഗേറ്റിന് മുന്നിൽ കൂടെ പോകുന്ന ലാസറേട്ടനില്ലേ, അയാളെ അറിയാവോ എന്ന് ചോദിച്ചു. പിന്നെ അറിയാവോന്നോ, അയാൾ പണ്ട് കാലത്ത് വലിയ ജന്മിയായിരുന്നേ, കള്ള് കുടിച്ചും ചീട്ട് കുടിച്ചും ഒക്കെ നശിപ്പിച്ച് കളഞ്ഞതെല്ലാമെന്ന് മുത്തശ്ശി ഇങ്ങനെ അലീനയോട് പറഞ്ഞു. ഞാനിന്ന് മുറ്റം തൂക്കുമ്പോഴേ ലാസറേട്ടൻ റോഡിലൂടെ പോകുന്നത് കണ്ടു, ഒരു വടിയും കുത്തി. അപ്പോൾ മേഡം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അപ്പോൾ പൈസ ചോദിച്ചെന്ന് പറഞ്ഞു. അവൾ അങ്ങനെയുള്ളവർക്കൊന്നും പൈസ കൊടുക്കുകയല്ല, അതാ അവളുടെ സ്വഭാവം എന്ന് പറയുക. അപ്പോൾ ലാസറേട്ടൻ എൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞു, പണ്ട് വലിയ പണക്കാരനായിരുന്നെന്നും എല്ലാം സ്വന്തം കയ്യിലിരിപ്പുകൊണ്ട് നശിപ്പിച്ചതാണെന്നും പറഞ്ഞു. അപ്പോൾ നിന്നോടും പൈസ ചോദിച്ച് കാണുമല്ലേ എന്ന് ചോദിച്ചപ്പം ഇല്ലെന്നേ, എന്നോട് ചോദിച്ചില്ല, എന്നാലും എനിക്കൊരു കഷ്ടം തോന്നിയിട്ട് ഞാൻ ഒരു 50 രൂപ കൊണ്ടു ചെന്ന് കൊടുത്തു. അത് ബബിതമോള് കണ്ടിട്ട് മേഡത്തിനോട് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. അവളുടെ സൂക്കേട് നോക്കണേന്നും പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ പറയാം. ഞാൻ പൈസ കൊടുത്തത് മേഡത്തിന് ഇഷ്ടപ്പെട്ടില്ല, എന്നെ വഴക്ക് പറഞ്ഞെന്ന് അലീന പറയാം. ഞാൻ മേഡത്തിനെ കൊച്ചാക്കിയെന്ന് പറഞ്ഞു. പിന്നെ സാറിനും അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുമ്പം അത് പിന്നെ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുകയല്ലോ. വൈജമോള് കൊടുക്കാതിരുന്നപ്പോൾ നീ കൊടുത്തത് ഒട്ടും ശരിയായില്ല, അത് അവൾക്ക് കുറച്ചിലല്ലേന്നും മുത്തശ്ശിയും കൂടെ അലീനയോട് പറഞ്ഞു. അപ്പോൾ അത് ശരിയാ, അങ്ങനെ പറ്റിപ്പോയി, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല, എനിക്കത് മനസ്സിലായെന്ന് പറയുമ്പം എന്ന് വെച്ച് കൊടുക്കാനുള്ള മനസ്സുണ്ടല്ലോ, അത് നീ കളയണ്ട മോളെ എന്ന് മുത്തശ്ശി അലീനയോട് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു മനസ്സൊന്നും അല്ല അത്, കേട്ടോ. എന്തായാലും നീ കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ എന്നും പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ അലീനയുടെ എടുത്തിരിക്കുന്നു. ഇതേസമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടി ആ ഒരു മുറിയിൽ കയറിയിട്ട് ആ മുറി ക്ലീൻ ചെയ്യാൻ നോക്കുക. അതായത് ഗ്രേസമ്മയുടെയൊക്കെ മകൻ്റെ റൂമിൽ അകത്ത് കയറി ചെന്ന് നോക്കിയപ്പോൾ അന്തം വിട്ടിങ്ങനെ നോക്കുക അവിടുത്തെ കാഴ്ചകളൊക്കെ. അങ്ങനെ അവിടെ ഇരിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്ത് നോക്കി, എല്ലാം തൂത്തും തുടച്ചും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രേസമ്മ അതുവഴി വരുന്നതും ഈ റൂം തുറന്നു കിടക്കുന്നതും കണ്ടു കേട്ടോ. ഇത് കണ്ടപ്പോഴത്തേക്കും ഗ്രേസമ്മ ഞെട്ടലോടെ അങ്ങോട്ടേക്ക് ചെന്നു. നോക്കുമ്പോൾ നമ്മുടെ അലീന രേവതിക്കുട്ടി അതിനകത്ത് കയറി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. രേവതിക്കുട്ടി എന്നും പറഞ്ഞൊരു വിളി. അപ്പോഴത്തേക്കും ഇത് പേടിച്ചു പോയി, ഞെട്ടലോടെ ഇങ്ങനെ നോക്കുക. അപ്പോഴേക്കും കയ്യിലിരുന്ന ഫോട്ടോ നിലത്തി ആടിപ്പോയി. ആ സമയത്ത് ഇങ്ങനെ, നിന്നോടാരാ ഈ റൂം തുറക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചു ഗ്രേസമ്മ. ഇവിടെ വാടി, ഇവിടെ വരാൻ പറഞ്ഞ് രേവതിക്കുട്ടി അങ്ങോട്ട് വിളിച്ചു. നിന്നോട് ആരാടി ഈ മുറി കയറാൻ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി. അപ്പം നിന്നോട് ഇത് ക്ലീൻ ചെയ്യാൻ ആരാടി പറഞ്ഞത്? ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പം ഇല്ല എന്ന് പറഞ്ഞു. മാമച്ചായം പറഞ്ഞോടി? ഇല്ല, പറഞ്ഞില്ല. ആരോടും ചോദിക്കാതെ തന്നിഷ്ടത്തിന് നീ അതങ്ങ് തുറന്നു അല്ലേ? മേലിൽ ഇത് ആവർത്തിച്ച് പോയേക്കരുത്, അഹങ്കാരി, വാതിലടച്ച് ലോക്കിയടിയെന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ട് തിരിഞ്ഞു നിൽക്കുക. അപ്പോഴേ രേവതിക്കുട്ടി വാതിലൊക്കെ അടച്ചിട്ട് ഇങ്ങ് വന്നു. താക്കോൽ എടുത്തോടത്ത് കൊണ്ട് വെക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും അത് പേടിച്ച് വരച്ച് താക്കോലുമായിട്ട് അങ്ങ് പോയി. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടോ. ഗ്രേസമ്മ ഇങ്ങനെ സങ്കടത്തോടെ ആ മുറിയുടെ ഡോറിൽ ഇങ്ങനെ തഴുകി ഇങ്ങനെ അവിടെ നിൽക്കുക, പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച്. അതിനുശേഷം അവിടെ സോഫയിൽ പോയി ഭയങ്കര കലിപ്പിലിരിക്കുക. അപ്പോഴാണ് രേവതിക്കുട്ടി അങ്ങ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് ദേഷ്യമാണെന്ന് മനസ്സിലായി. വന്നൊരു ചുമയൊക്കെ ചുമച്ചിങ്ങനെ നിൽക്കുക നമ്മുടെ രേവതിക്കുട്ടി. അപ്പോഴും ഗ്രേസമ്മ രേവതിയെ നോക്കുന്നില്ലേ. രേവതിക്ക് ഭയങ്കര പേടി. അപ്പോഴത്തേക്കും പതുക്കെ ഗ്രേസമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. എന്നോട് പിണങ്ങല്ലേ, സോറി എന്നും പറഞ്ഞ രേവതിക്കുട്ടി ഇങ്ങനെ ഗ്രേസമ്മയോട് പറയുക കേട്ടോ. അപ്പോഴേക്കും ഗ്രേസമ്മ തിരിഞ്ഞിരുന്നു. അപ്പോഴേക്കും രേവതിക്കുട്ടി ആ തിരിഞ്ഞിരുന്ന സൈഡിലേക്ക് ചെന്നിട്ട് കാൽച്ചുവട്ടിൽ ഇങ്ങനെ ഇരുന്നു കേട്ടോ. എന്നിട്ട് ക്ഷമ ചോദിക്കുക. കരഞ്ഞുകൊണ്ടാണ് ക്ഷമ ചോദിക്കുന്നത്. ഞാൻ സോറി പറഞ്ഞല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോഴും ഗ്രേസമ്മ നോക്കുന്നില്ല. എന്നോട് ദേഷ്യമൊന്നും കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. പ്ലീസ് എന്നും പറഞ്ഞ് യാചന എന്നുള്ള രീതിയിൽ നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ ഗ്രേസമ്മയോട് പറയുമ്പോൾ ഗ്രേസമ്മയാണെങ്കിൽ ഇങ്ങനെ രേവതിക്കുട്ടിയെ നോക്കുക കേട്ടോ. സാരില്ല, പോട്ടെ, ഓക്കെ എന്നും പറഞ്ഞിങ്ങനെ നീ ഇങ്ങോട്ട് കയറി ഇരിക്കാൻ പറഞ്ഞ് ഇങ്ങനെ അടുത്ത് വിളിച്ചിരുത്തി. അപ്പോൾ രേവതിക്കുട്ടി അടുത്തിരുന്നു. ഞങ്ങൾ ആ മുറി തുറക്കാറില്ലെന്ന് നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ഗ്രേസമ്മ എന്നൊരു രേവതിക്കുട്ടിയോട് ചോദിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു എന്ന് രേവതിക്കുട്ടി പറഞ്ഞു. അവൻ പോയിട്ടേ വർഷം 4 ഇപ്പോഴും അവൻ്റെ ഓർമ്മ ഞങ്ങൾക്ക് തീരാ വേദന തന്നെയാണെന്ന കാര്യം ഗ്രേസമ്മ ഇങ്ങനെ രേവതിക്കുട്ടിയോട് പറയുന്നു. നിനക്കറിയാവോ, അവൻ്റെ കല്യാണം പോലും നിശ്ചയിച്ച് വെച്ചിരുന്നതായിരുന്നു എന്ന് പറയുമ്പം
അവിടെ ഒരു ചേച്ചിയുടെ ഫോട്ടോ കണ്ടല്ലോ, അതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ അതേന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ ആ കഥയൊക്കെ ഇങ്ങനെ പറയുക. ഷെറിൻ എന്നായിരുന്നു അവളുടെ പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ തമ്മിൽ വലിയ ഇഷ്ടമായിരുന്നു എന്നും അവരുടെ വിവാഹം നടത്താനായിട്ട് ഞങ്ങളെല്ലാം തയ്യാറാക്കിയതാണെന്നും പറഞ്ഞു. ഒടുവിൽ 2 വീട്ടുകാരും ചേർന്ന് മനസ്സമ്മതത്തിൻ്റെയും കല്യാണത്തിൻ്റെയും തീയതി വരെ ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിരുന്നതാണെന്നൊക്കെ പറയുമ്പോൾ ആണോ, എന്നിട്ടോ അപ്പോഴായിരുന്നു അവൻ ആക്സിഡൻറ്റ് ഉണ്ടായതെന്നുള്ള കാര്യം ഗ്രേസമ്മ രേവതിക്കുട്ടിയോട് പറയുവാണ്. ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. ഷോ എന്നും പറഞ്ഞ രേവതി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ നടന്ന കഥകളെല്ലാം പറയുക. അങ്ങനെ ആ ഒരു ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര ഇതായി. പെട്ടെന്ന് ഗ്രേസമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞ് പെട്ടെന്ന് കരച്ചിൽ ഒരു എന്തൊക്കെയോ ഒരു അവസ്ഥ ഒക്കെ വന്നു. ആ ചേച്ചി പിന്നെ എന്ത് ചെയ്ത ആൻറ്റി എന്നീ രേവതിക്കുട്ടി ചോദിക്കാം. വേറെ കല്യാണമൊക്കെ കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിഞ്ഞുകൂടാന്ന് ഗ്രേസമ്മ പറയാം. ഞങ്ങളത് പിന്നെ അന്വേഷിക്കാൻ പോയിട്ടില്ല എന്നും ഗ്രേസമ്മ രേവതിക്കുട്ടിയോട് പറഞ്ഞു. എന്തിനാ വെറുതെ, അപ്പോൾ വേറെ കല്യാണം കഴിച്ച് പോയി കാണുമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഇതൊക്കെ എന്തിനാ നീ അന്വേഷിക്കുന്നേ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വെറുതെ ചോദിച്ചതാണെന്നും രേവതിക്കുട്ടി ഇങ്ങനെ ഗ്രേസമ്മയോട് പറയാം. ഗ്രേസമ്മ ഇങ്ങനെ അല്ലാതെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു. രേവതിക്കുട്ടി അങ്ങനെ സങ്കടപ്പെട്ട് അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ചേച്ചിയും കൊച്ചും കൂടെ അതായത് വൈജയന്തിയുടെ വീട്ടിലേക്ക് വരുക. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെൽ അടിച്ചു. ആരും ഉണ്ടായിരുന്നില്ല, വാതിൽ തുറന്നില്ല. അപ്പോൾ ആരും ഇല്ല അമ്മേന്ന് ആ കുഞ്ഞ് ചോദിച്ചു കേട്ടോ. അപ്പോഴാണ് വൈജ വന്ന് വാതിൽ തുറക്കുന്നത്. നോക്കുമ്പോൾ ഇവർ 2 പേരും കൂടി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. അപ്പോഴേക്കും വൈജ ഇങ്ങനെ നോക്കുവാണേ, അകത്തേക്ക് നോക്കി ആരെ കാണാമെന്നാണെന്നുള്ള ഇതിൽ. അപ്പോൾ നിങ്ങൾ ആരാ? എൻ്റെ പേര് വിജയമ്മയെന്നാണെന്നും ഇതെൻ്റെ മോളും മഹിമ എന്ന് പറഞ്ഞു. എന്താ വന്ന കാര്യം? എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞു. ഞാനിവിടെ ഒരു നന്ദി പറയാൻ വന്നാ കൊച്ചമ്മേ. നന്ദിയോ എന്തിന്? എൻ്റെ മോൾക്ക് ഭയങ്കര വയറുവേദന ഉണ്ടായിരുന്നുവെന്നും ഡോക്ടറെ കാണിച്ചപ്പോൾ അപ്പൻഡിറ്റീസിൻ്റെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു. വൈജ ഇങ്ങനെ നോക്കുക. എൻ്റെ കയ്യിൽ എവിടുന്നാ അതിനുള്ള കാശ്? ഇവിടുത്തെ പെങ്കൊച്ച് സഹായിച്ചത് കൊണ്ടാണ് ഓപ്പറേഷൻ നടത്താൻ പറ്റിയതെന്ന് പറയുമ്പോഴത്തേക്കും അന്തം വിട്ട് നോക്കുക വൈജ. ഇപ്പം എൻ്റെ മോൾക്ക് ഒരു കുഴപ്പവും ഇല്ല. ആ പെങ്കൊച്ചിനോട് മോളെ കൊണ്ടുവന്ന് നന്ദി പറയിക്കാനാ അതിനു വേണ്ടി വന്നതാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ എന്നാ പൈസ തന്നത്? ഇപ്പം 2 ആഴ്ചയായെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും വൈജയൊന്ന് ഞെട്ടി. എത്ര രൂപ തന്നു എന്ന് ചോദിച്ചു. അപ്പോൾ 3000 രൂപ തന്നു എന്ന് പറഞ്ഞു. 3000 രൂപയോ? അതാരാ നിനക്ക് തന്നത്? ഇവിടുത്തെ പെങ്കൊച്ചാ തന്നത്. അതിൻ്റെ പേരൊന്നും ഞാൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് എപ്പോഴാ പൈസ തന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അതെല്ലാം പറഞ്ഞു. അപ്പം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയമെന്ന് ചോദിച്ചു. അപ്പോൾ അയ്യോ പരിചയമൊന്നുമില്ല, അന്ന് ആദ്യമായിട്ടാണ് കണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അലീന അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അലീന ഇറങ്ങി വന്നപ്പം ഈ ചേച്ചിയും കൊച്ചും അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇവരെ കണ്ട്. അപ്പോൾ വൈജ ഇങ്ങനെ തൂറിച്ച് നോക്കുവാണ്. ഇവരുടെ കാശ് അടിച്ചു മാറ്റിയതാണെന്നാണ് വൈജ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അലീന ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവർ 2 പേരെയും കണ്ടു. അപ്പോൾ ഇവരെ നീ അറിയോടി എന്ന് ചോദിച്ചു. ആ അറിയാമെന്ന് പറഞ്ഞു. അപ്പോഴും വൈജ ഇങ്ങനെ നോക്കുവാട്ടെ 2 പേരെയും. അപ്പോഴത്തേക്ക് അലീന ഓടി ഇറങ്ങി ചെന്നു. അപ്പോൾ എൻ്റെ കൊച്ചെ അന്ന് ആ രൂപ തന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം കഷ്ടത്തിലായേനെ എന്നുള്ള കാര്യം പറയുക. ഇതാ എൻ്റെ മോള് എന്നും പറഞ്ഞുകൊണ്ട് ദേ അലീനയെ കാണിച്ചു കൊടുക്കുക ആ കൊച്ചിനെ, ആ ചേച്ചി. അപ്പോൾ അലീന ഇങ്ങനെ ആ കൊച്ചിനെ കണ്ടു, എൻ്റെ തലയിൽ ഇങ്ങനെ തൊട്ടു. ഇപ്പോൾ ഇതൊക്കെ കണ്ട് വൈജ ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ നിൽക്കാം. അപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചു. ആ കഴിഞ്ഞു, അത് നടത്തിയത് കാരണം എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം പറയുക കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷം. വൈജ ഇങ്ങനെ ഭയങ്കര കലിപ്പിച്ച് അകത്തേക്ക് കയറിപ്പോയി. വൈജ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ മോളെ ഈ ചേച്ചിയാണ് നമ്മൾ രൂപ തന്ന് സഹായിച്ചതെന്ന് ആ കൊച്ചിനോടാ വന്ന ചേച്ചി പറയും. അപ്പോൾ താങ്ക് യു ചേച്ചി എന്ന് പറഞ്ഞാൽ കൊച്ച് താങ്ക് യു ഒക്കെ പറഞ്ഞു. അപ്പോൾ മോള് പഠിക്കുന്നില്ലേന്ന് ചോദിച്ചു. ഉണ്ട്, 4ാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ദേ അമ്മ മോൾക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നേ, പഠിച്ചു വലിയ ആളായി അമ്മയുടെ വിഷമങ്ങളൊക്കെ മാറ്റണം, മിടുക്കിയാവണം കേട്ടോ എന്നൊക്കെ അലീന ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അലീനയുടെ കയ്യിലേക്ക് ആ കൊച്ചൊരു പൊതി കൊടുത്തു. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് കുറച്ച് മിഠായി ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മിഠായി ആണെന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ചേച്ചിയോട് എടുത്തോളാനും പറഞ്ഞു. നമ്മുടെ അലീന എന്നിട്ട് അതിൽ നിന്ന് ഒരു മിഠായി എടുത്തു കേട്ടോ. ആ സമയത്ത് താങ്ക് യു ഒക്കെ പറഞ്ഞു. ഇപ്പം വന്നിട്ട് പോയത് ആരാ, അമ്മയാണോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടി ഇങ്ങനെ നോക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ അതെ എന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ പൊക്കോട്ടെ മോളെ എന്ന് പറഞ്ഞു ഇങ്ങനെ പോയി കേട്ടോ. അങ്ങനെ അവർ യാത്ര പറഞ്ഞങ്ങ് പോയി. അലീന ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അതിനുശേഷം അലീന അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ വൈജയും അതുപോലെ തന്നെ ബാലചന്ദ്രനും അവിടെ ഇരിപ്പുണ്ട്. അവർ 2 പേരും അവിടെ ഇരിക്കുന്നു. അലീന കയറി ചെന്നപ്പോൾ അലീനെ ഇവർ വിളിച്ചു. അപ്പോൾ അലീന ഇങ്ങനെ തിരിഞ്ഞ് നോക്കുക കേട്ടോ. എന്നിട്ട് അലീന അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ അലീന അവിടെ ഒന്ന് നിന്നേ എന്നും പറഞ്ഞു ബാലചന്ദ്രൻ അലീനയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അലീനയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അലീന എന്താ സാറെന്ന് ചോദിച്ചാൽ അവിടെ നിൽക്കുക. ഇപ്പം ഇവിടെ വന്നിട്ട് പോയ സ്ത്രീക്ക് നീ 3000 രൂപ കൊടുത്തോന്ന് ചോദിച്ചു.
അപ്പോൾ അത് കുറേ ദിവസം മുന്നേ കൊടുത്തതെന്ന് അലീന പറഞ്ഞു. എന്നാണെന്നൊന്നും ഞാൻ നിന്നോട് ചോദിച്ചില്ല, കൊടുത്തോ ഇല്ലയോ. അപ്പോൾ കൊടുത്തു എന്ന് അലീന പറഞ്ഞു കേട്ടോ. നിനക്ക് എവിടുന്ന് കിട്ടിയ രൂപ? അത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയാന്ന് പറഞ്ഞു. മുൻപൊരു ദിവസം നീ ചോദിച്ചപ്പോൾ എന്നാ പറഞ്ഞ് 1500 രൂപ എൻ്റെ കയ്യിലുള്ളൂ എന്ന്. വിജയമ്മ ചേച്ചിക്ക് പൈസ കൊടുത്തതിന് ശേഷമുള്ള തുകയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആരാ വിജയമ്മ ചേച്ചി? ഇപ്പോൾ വന്നിട്ട് പോയ ചേച്ചി. അവരുമായിട്ട് നിനക്ക് എങ്ങനെയാ പരിചയം? എത്ര നാളായി തുടങ്ങിയിട്ട് എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ ചോദിച്ചു കേട്ടോ. അയ്യോ, എനിക്ക് പരിചയമൊന്നുമില്ല. ഇവിടെ വന്ന് മോളുടെ ഓപ്പറേഷന് പൈസ ഇല്ലയെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. ഞാൻ 3000 രൂപ കൊടുത്തു, അത്രേ ഉള്ളൂ എന്ന് അലീന പറയുമ്പോൾ, അത്രേ ഉള്ളൂ. ബാലചന്ദ്രൻ കേട്ടല്ലോ ഇവള് പറഞ്ഞത്. ഇവള് വെറുതെ 3000 രൂപ എടുത്ത് അങ്ങ് ദാനം ചെയ്തത്രേ. മഹാമനസ്ക, പുതിയ മദർ തെരേസ്യ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജി ഇങ്ങനെ അലീനെ കള്ളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഇനി എനിക്ക് യാതൊരു സംശയമില്ല, ബാലചന്ദ്രൻ്റെ റൂമിൽ നിന്ന് പൈസ എങ്ങോട്ടാ പോയത് എന്നുള്ള കാര്യത്തിനെന്നും പറഞ്ഞ് അങ്ങനെ പറയുക കേട്ടോ. അപ്പം അത് കേട്ടപ്പോൾ അലീന അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ആ രൂപ നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ? സത്യം പറഞ്ഞോളാൻ പറഞ്ഞു ബാലചന്ദ്രൻ. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ അത്. നീ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവളല്ലേ? എത്ര മണക്കാരിയാണെങ്കിലും ഒരു അന്യ സ്ത്രീ വന്ന് സഹായം ചോദിച്ചാൽ 3000 രൂപയൊക്കെ ഇങ്ങെടുത്ത് കൊടുക്കുമെന്ന് ബാലചന്ദ്രൻ ചോദിച്ചു. നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിയ പൈസയാണെങ്കിലേ ആർക്കും അത് കൊടുക്കില്ല, അത് കൊടുക്കാൻ മനസ്സും വരത്തില്ലെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു അലീന. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അപ്പോൾ ഒരന്യ സ്ത്രീക്കോ അത് ഒരു തട്ടിപ്പുകാരിയാണെന്ന് പോലും നോക്കാതെയോ? അപ്പോൾ എനിക്ക് മനസ്സിലായി തട്ടിപ്പുകാരി അല്ല എന്ന്. അവരുടെ കയ്യിൽ ആ കുട്ടിയുടെ രോഗവും ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകളും എല്ലാം ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ്റെ തീയതി പോലും. ഇതൊക്കെ പച്ച കള്ള ബാലചന്ദ്ര. ആ സ്ത്രീയെ പരിചയമില്ല എന്നൊക്കെ പറഞ്ഞത് ശുദ്ധം നുണയാ. അവരും ഇവളും തമ്മിൽ എന്തോ ഒരു ടൈപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ വിജയമ്മ ചേച്ചിക്ക് ഇവിടെ വന്ന് പരസ്യമായിട്ട് താങ്ക്സ് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് അലീന പറഞ്ഞു. അത് കേട്ടപ്പോൾ നീ ന്യായീകരിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറയാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രനും അലീനയെ സംശയിച്ച് തുടങ്ങി. 3000 രൂപ നീ അവർക്ക് സംഭാവന കൊടുത്ത വിവരം നീ ഞങ്ങളെ അറിയിക്കണമായിരുന്നു. ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഞങ്ങൾ കൂടി ഉത്തരവാദിത്തപ്പെട്ടവരാണെന്ന് നീ ഓർക്കണമായിരുന്നു. അപ്പോൾ സോറി സർ, ആ സമയത്ത് ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം അലീന പറയുക കേട്ടോ. അപ്പോഴും വൈജ ഭയങ്കര കലിപ്പില്ല. എൻ്റെ കയ്യിലെ നോട്ടുകൾ ഇരുന്നപ്പോൾ അതിന് വെറും കടലാസിൻ്റെ വില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ കുഞ്ഞ് എനിക്ക് സമ്മാനമായിട്ട് ഈ കൊണ്ടു തന്നതായി ഈ മിഠായി എന്നും പറഞ്ഞ് അലീന അത് കാണിച്ചു കൊടുക്കുക. അപ്പോഴേക്കും കെട്ടിയോനും കെട്ടിയോളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. കള്ളിയെന്ന് പറഞ്ഞ് മുദ്ര കുത്താൻ വന്നപ്പോഴാണ് നമ്മുടെ അലീന ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആ മോളുടെ ഓപ്പറേഷൻ നടന്നു, അവൾ സുഖപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അലീന ഇങ്ങനെ പറയാം. ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും പറയാനില്ല. മുഖത്തടിച്ച മറുപടിയാണല്ലോ കൊടുത്തത്. സാറും മേഡവും എന്നെ എത്ര വേണമെങ്കിലും വഴക്കു പറഞ്ഞു, ഞാനത് സഹിച്ചോളാമെന്ന് അലീന പറയുമ്പോൾ നീ പോ എന്നും പറഞ്ഞ അലീനയെ ബാലചന്ദ്രൻ പറഞ്ഞുവിടുക. മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന ഇങ്ങനെ വിഷമത്തോടു കൂടി ഇങ്ങനെ നോക്കോട്ടെ. അപ്പോഴും വൈജയ്ക്ക് പ്രത്യേകിച്ച് മനസ്സലിവോ കാര്യങ്ങളൊന്നുമില്ല. വൈജ ഇങ്ങനെ കലിപ്പിച്ച് തന്നെ നിൽക്കുക. നമ്മുടെ അലീന അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. അപ്പം അലീന അങ്ങ് കയറി പോയി കഴിഞ്ഞപ്പോൾ വൈജ ഞാനത് അങ്ങനെ വിട്ടു കൊടുക്കത്തില്ല ബാലചന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രന് നേരെ ചെല്ലുന്നു. അവളുടെ കള്ളത്തരം ഞാൻ പുറത്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ പിന്നെ എൻ്റെ പേര് വൈജയന്തി നല്ലെന്നും പറഞ്ഞ് പേരൊക്കെ മാറ്റാൻ വേണ്ടി നിൽക്കുക. ഇനിയിപ്പോൾ എന്തായാലും ഉടനെ തന്നെ പേര് മാറ്റേണ്ടി വരും, അത് വേറൊരു സത്യം. ബാലചന്ദ്രൻ അവിടെ നിൽക്കുന്നു. വൈജ അന്നേരത്തേക്കും മക്കളെയും കൂട്ടിക്കൊണ്ട് നേരെ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. എന്താ അടി അവിടെ കിടന്ന് വഴക്കും ബഹളവും ആരോടാണെന്നൊക്കെ ചോദിച്ചു. ഒരുത്തിയെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ അമ്മയെ ശുശ്രൂഷിക്കാനായിട്ട്, അവളോടാണെന്ന് പറഞ്ഞു. അവൾ എന്നാ ചെയ്തിട്ടാ? അവൾ എവിടെയാണെന്ന് ചോദിച്ചു. അവൾ ബാത്റൂമിലുണ്ടെന്ന് പറഞ്ഞു. അലീനെ ഇവിടെ വാ എന്ന് പറഞ്ഞ് അലീനയെ വിളിക്കുക. ആ ബാത്റൂമിൽ പോലും അതിന് ഇരുത്തുവല്ല വൈജ. എന്നിട്ട് അതിൻ്റെ ബാഗ് എല്ലാം എടുത്ത് പരിശോധിക്കുക, ഉള്ള തുണി എല്ലാം എടുത്ത് വെളിയിലേക്ക് ഇട്ടു. അപ്പോഴേക്കും ബാത്റൂമിൽ നിന്ന് അലീന ഇറങ്ങി വന്നു. ബബിതയും പുള്ളിക്കാരിയും കൂടെ മുഴുവൻ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് തപ്പു കേട്ടോ. അപ്പോൾ അതേ മമ്മിയുടെ ഫോട്ടോ കിട്ടി. ആ ഫോട്ടോ എടുത്ത് പിടിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ വൈജ. അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടി. അപ്പോൾ ഈ പൈസ എടുത്ത് പിടിച്ചോണ്ട് നിൽക്കാം. അപ്പം നിന്നോടല്ലേടി ഈ പറയുന്നതൊക്കെ അനുസരണയില്ല, തോരണമെന്ന് പറഞ്ഞു ബബിതയെ വഴക്ക് പറയും നമ്മുടെ മുത്തശ്ശി. അങ്ങനെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അലീനയുടെ ബാഗിൽ നിന്നും സ്വർണ്ണ മോതിരം ചാടി വന്നു. ഈ മോതിരം കണ്ടപ്പോഴത്തേക്ക് അലീന ഞെട്ടി ഈ മോതിരത്തിലേക്ക് നോക്കുക. കാരണം അത് കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, എടുത്തിട്ടുമില്ല. അപ്പോഴേക്ക് ഈ മോതിരം വൈജയും മേടിച്ചു നോക്കി. അപ്പോൾ ഈ മോതിരം ഇത് ആരുടെ അടിയെന്ന് ചോദിച്ചു. അപ്പോൾ അലീന പറഞ്ഞു ഇത് എൻ്റെ അല്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. മുത്തശ്ശിക്കും ആകെ വെപ്രാളമായി. ഇത് നിൻ്റേതല്ലേ? അല്ല, എൻ്റെ അല്ലാന്നും അലീന പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കുക, അതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്ന് വൈജ പറയുക കേട്ടോ. അങ്ങനെ അതും പിടിച്ച് ഇങ്ങനെ
ആ ഒരു ഇതിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സോ ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.